സാധാരണക്കാരന്റെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന സാമ്പത്തിക നയങ്ങളിൽ കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനും കേരളത്തിലെ പ്രതിപക്ഷമായ UDF-നും തമ്മിൽ വലിയ വ്യത്യാസമില്ലെന്ന് MA ബേബി പറഞ്ഞു. കുത്തക മുതലാളിമാരെ സഹായിക്കുകയും സാധാരണക്കാരെ ദുരിതത്തിലാക്കുകയും ചെയ്യുന്ന സാമ്പത്തിക പരിപാടികൾ ഇരു മുന്നണികളും ഒരേ പാതയിലാണ് സഞ്ചരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പേരാമ്പ്ര നിയോജക മണ്ഡലത്തിൽ സംഘടിപ്പിച്ച LDF തിരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുത്തക മുതലാളിമാരെ സഹായിക്കുന്നതും സാധാരണ മനുഷ്യരെ ദ്രോഹിക്കുന്നതുമായ ഈ സാമ്പത്തിക നയം ആദ്യം കൊണ്ടുവന്ന് നടപ്പാക്കിയത് ആരാണ് എന്നുള്ളതിലാണ് തർക്കം. ഞങ്ങളുടേതാണ് ഈ സാമ്പത്തിക നയം എന്ന് നരസിംഹറാവു ഭരണകാലത്ത് ചൂണ്ടിക്കാണിച്ചിട്ട് കോൺഗ്രസ് പറയും. അപ്പോൾ BJP-ക്കാർ പറയും ഇല്ലില്ല, നിങ്ങളത് വേണ്ട പോലെ നടപ്പാക്കിയിരുന്നില്ല. അതിനകത്ത് ഇതിലെ കുറച്ച് അതിനെ ഒന്ന് വെള്ളം ചേർത്ത് കുറച്ച് എന്താണ് പറയുക, എൻ്റെ വീര്യം കുറച്ചിരുന്നു. ഞങ്ങളാണ് നല്ല വീര്യത്തോടു കൂടിയ നടപ്പാക്കുന്നത്. അതിന് അധിക ഉദാഹരണങ്ങൾ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതെല്ലാം അറിയാവുന്നവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നവരുമാണ് നിങ്ങൾ. നമ്മുടെ കാഴ്ചപ്പാടിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. തൊഴിലാളികൾ എന്ന് പറയുമ്പം ചിലര് ഞാൻ അവിടെ ഓട്ടോറിക്ഷ കയറി പോകുമ്പം എൻ്റെ അടുത്ത് കൂടുതൽ പൈസ വാങ്ങിച്ചു. പക്ഷെ അങ്ങനെ കൂടുതൽ പൈസ വാങ്ങിക്കുന്നവരൊന്നും ഈ വടക്ക് ഭാഗത്തില്ല, കോഴിക്കോടൊന്നും ആ പരിപാടിയില്ല. കൃത്യമായിട്ടാണ് അതാ തിരുവനന്തപുരത്താണ് കൂടുതൽ. എന്നാലും ചില തൊഴിലാളികൾ അവിടെയോ ഇവിടെയോ എന്തെങ്കിലും ബാഗ് എടുത്ത് വെക്കുന്നതിന്റെ കൂലിയൊക്കെ സംബന്ധിച്ച് തർക്കമുണ്ടാകും. പക്ഷെ തൊഴിലാളി വർഗം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അതിനകത്ത് ശാസ്ത്രീയമായ സൂക്ഷ്മമായ ധാരണ വേണം. ഈ ഭൂമിയിലെ എല്ലാ പുതിയ സമ്പത്തും പുതിയ മൂല്യങ്ങളും അത് സൃഷ്ടിക്കുന്നത് പണിയെടുക്കുന്ന തൊഴിലാളികളാണ്. രണ്ട് അടിസ്ഥാന ഉൽപാദന മേഖലകളാണുള്ളത്. ഒന്ന് കൃഷി, കർഷക തൊഴിലാളി കാർഷിക മേഖലയിൽ. ആ കർഷക തൊഴിലാളി പണിയെടുത്ത് കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയാലേ നമുക്ക് ഭക്ഷിക്കാൻ പറ്റുള്ളൂ, അല്ലേ? നമ്മുടെ ഭക്ഷണം കർഷക തൊഴിലാളികളുടെ അധ്വാനത്തിന്റെ ഫലമാണ്. പിന്നെ നമ്മൾ ഏത് മേഖല എടുത്തു നോക്കിയാലും എന്തും തൊഴിലാളിയുടേതാ. ഈ സംസാരിക്കുന്ന മൈക്ക് ഒരു ഫാക്ടറിയിൽ ഉണ്ടാക്കിയ തൊഴിലാളികൾ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. നിങ്ങൾ ഇങ്ങോട്ട് സ്കൂട്ടറിൽ വന്നവരുണ്ടാവും, ബസ്സിൽ വന്നവരുണ്ടാവും, കാറിൽ വന്നവരുണ്ടാവും. അതെല്ലാം തൊഴിലാളി അധ്വാനിച്ചുണ്ടാക്കിയതാണ്. നമ്മൾ ചുറ്റിനെ നോക്കിയാൽ തൊഴിലാളിയുടെ അധ്വാനമില്ലാതെ കാർഷികോൽപ്പന്നമില്ല, വ്യാവസായിക ഉൽപ്പന്നവുമില്ല. CPIM ജനറൽ സെക്രട്ടറിയായ MA ബേബിക്ക് പേരാമ്പ്ര നിയോജക മണ്ഡലത്തിലെ LDF പ്രവർത്തകർ ആവേശകരമായ സ്വീകരണമാണ് നൽകിയത്. പേരാമ്പ്ര റാലിക്ക് ശേഷം കൊയിലാണ്ടി മണ്ഡലത്തിലെ പയ്യോളിയിലും ബാലുശ്ശേരി മണ്ഡലത്തിലെ നടുവണ്ണൂരിലും റാലി ഉദ്ഘാടനം ചെയ്തു. പേരാമ്പ്ര നടന്ന പരിപാടിയിൽ LDF നേതാക്കളായ M. മെഹബൂബ്, SK സജീഷ് തുടങ്ങിയവർ സംസാരിച്ചു.